ഹായ്, മുബഷറാണ്. മാൾട്ടിയിൽ നിന്നാണ്, യൂറോപ്പിൽ നിന്നാണ്. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് പോസിറ്റീവും നെഗറ്റീവും പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ യൂറോപ്പിക്ക് വരല്, മാൾട്ടിക്ക് വരല് ഒക്കെ എന്താ പറയുക, എല്ലാവരും കാണുന്നത് വലിയൊരു ഡ്രീമാണ്. അതേപോലെ നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, ഒക്കെ സെറ്റാണ്. ഇനിയിപ്പോൾ കുറച്ച് ലക്ഷങ്ങൾ പൊട്ടിച്ചാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ഫുൾ സെറ്റായി, അടിപൊളിയായി, പിന്നെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങാം. അങ്ങനെ പല രീതിയിലുള്ള ചിന്തയിലാണ് എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഇനി കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ മാൾട്ടൻ്റെ സിറ്റുവേഷനിൽ ഞാൻ പറയാം. ഇവിടെ മാൾട്ടിയിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കേസാണ്, അറിയാത്തവർക്ക് വേണ്ടി പറയാം. നാട്ടിൽ നിന്ന് ഇൻ്റർനാഷണൽ ലൈസൻസ് വെച്ചിട്ട് നമുക്ക് വണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇൻ്റർനാഷണൽ ലൈസൻസ് വെച്ചിട്ട് നമുക്കിവിടെ വന്നിട്ട് ആദ്യമൊക്കെ ഇവിടെ ടാക്സി, അതേപോലെ ബോൾട്ട്, എന്താ പറയുക, ഫുഡ് ഡെലിവറി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിരുന്നു. ഇപ്പോൾ എന്താ പറയുക, അത് എടുത്ത് ഒഴിവാക്കി. അറിയാലോ, ഇപ്പോൾ ടാക്സി ഓട്ടാം നമ്മളെ നാട്ടിൽ ഇൻ്റർനാഷണൽ ലൈസൻസ് വെച്ചിട്ട് പറ്റില്ല. അതേപോലെ തന്നെ എന്താ പറയുക, ഇപ്പോൾ ബോൾട്ട്, ഫുഡ് ഡെലിവറി പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഒഴിവാക്കാൻ പോണ കേസാണ് നാട്ടിൽ നിന്ന് ബസ് ഡ്രൈവേഴ്സിന് നാട്ടിൽ നിന്ന് നേരെ കയറി വന്നിട്ട് ഇവിടെ, പണ്ടൊക്കെ ആണെങ്കിൽ ബസ് ഡ്രൈവേഴ്സിനും ഇവിടെ വന്നിട്ട് ലൈസൻസ് വെച്ചിട്ട് നമുക്കൊരു ടാഗ് കൊടുത്തിട്ട് വേണമെങ്കിൽ ഓടിക്കാമായിരുന്നു, ഒരു വർഷം വരെ ഓടിക്കായിരുന്നു. ഇപ്പോൾ അത് എടുത്ത് ഒഴിവാക്കണ രീതിക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഇനി നമുക്ക് നാട്ടിലത്തെ ബസ് ലൈസൻസ് കൊണ്ടുവന്നാൽ ഇവിടെ എന്താ പറയുക, നമുക്കിവിടെ വന്ന് പിന്നെ ആദ്യം ഇവിടുത്തെ കാറിൻ്റെ ലൈസൻസ് എടുത്ത് അത് കഴിഞ്ഞ് ടാഗ് എടുത്ത് ചിലപ്പോൾ അത് കഴിഞ്ഞാൽ ബസ് ലൈസൻസ് കൂടി എടുത്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെ ഓരോ നിയമങ്ങൾ മാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ മാൾട്ടയിൽ വന്ന ആൾക്കാർക്ക് ഫുള്ള് ജോലിയും കാര്യങ്ങളും സേഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ അന്നൊന്നും പറയണത് തന്നെ 50-50 ആയിട്ടാണ് കാര്യങ്ങൾ പോണത്. ഇവിടെ എന്നല്ല, യൂറോപ്പിൻ്റെ എല്ലാ മേഖലയിലും ഇവിടെ എന്താ പറയുക, പല രീതിയിൽ കൊണ്ടുവന്നിട്ട് എന്താ പറയുക, ഏജൻ്റായിട്ടും സ്റ്റുഡൻ്റായിട്ടും ഒക്കെ വന്നിട്ട് ഇവിടുന്ന് മാറാമെന്നും നമുക്ക് ചേഞ്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിട്ട് പിന്നെ അത് നടക്കാതെ കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാർ എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. അതിലൊരു കൂടുതലും പറയണത് എന്താ വെച്ചാൽ, വന്ന കമ്പനി കുറച്ച് ദിവസമൊക്കെ വർക്കിന് പോയി, അതിനുശേഷം അവർ പറയാം വേറെ ജോലി കണ്ടെത്തിക്കോളി, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം റിവോക്ക്, അതായത് കാർഡ് കട്ടാക്കുക. റിവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസമേ ഉള്ളൂ നമ്മളെ മുന്നിൽ. തന്നെ വേറെ ജോലി കണ്ടെത്തി വേഗം സബ്മിറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, കയ്യിൽ നിന്ന് പോകും കാര്യങ്ങൾ. ID കാർഡ് ഇവിടെ നിർബന്ധമാണല്ലോ. 3 മാസത്തെ വിസ എന്താ പറയുക നമുക്ക് കയ്യിലുണ്ടാവുള്ളൂ. ആ 3 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ID കാർഡിന് ഉള്ളിലാണ് കിട്ടുന്നത്. ഈ ID കാർഡ് എന്താ പറയുക, ആ സമയത്ത് കമ്പനി റിവോക്ക് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ TRC അല്ല, പെർമനൻറ്റ് റെസിഡൻസ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കമ്പനി നമ്മൾ ഒഴിവാക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ പെട്ടു പോകുന്നുണ്ട്. ഇപ്പം റിവോക്കും ടെർമിനേഷനും രണ്ടാട്ടോ. ഇപ്പോൾ ടെർമിനേറ്റ് ചെയ്യാറ് കമ്പനി നമ്മളെ പിരിച്ചു വിടുക. അതാകുമ്പോൾ നമുക്ക് 15 ദിവസം മിനിമം ഉണ്ടാവും നമ്മളെ മുന്നിൽ. വേറൊരു കമ്പനി കണ്ടെത്തിയിട്ട് അങ്ങോട്ട് കയറിയാൽ മതി. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു സീന് നിലനിൽക്കുന്നുണ്ട്. അതായത് നാട്ടിൽ നിന്ന് വരുന്നു, ഇവിടെ ജോലിക്കൊക്കെ കയറാം, വലിയ സെറ്റപ്പാണെന്നൊക്കെ വിചാരിച്ച് വന്ന്, പക്ഷേ കാര്യങ്ങൾ ഇവിടെ എത്തുമ്പം അതേപോലെ നല്ലതെന്നും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്ന രീതിയിലെത്തും. പെട്ടെന്ന് ജോലിയിൽ നിന്ന് പിരിച്ചു വിടുക, റിവോക്ക് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഇടയിൽ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നെഗറ്റീവും പോസിറ്റീവും എന്താ വെച്ചാൽ, പോസിറ്റീവ് ഇവിടെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു കമ്പനി, നല്ല രീതിയിൽ സാലറി, ആ രീതിയിലൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ മാൾട്ട എത്രത്തോളം നല്ലതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേപോലെ ഒന്നല്ല. ഇപ്പോൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന റൂം ഉണ്ടെങ്കിൽ ഒരു കണക്കിന് നല്ലതാണെന്ന് ഞാൻ പറയും മാൾട്ടയിൽ. അതേപോലെ ഫുഡിൻ്റെ കേസിൽ വലിയ സീനില്ല. ഫുഡ് നമുക്ക് നമ്മളെ സാലറി നിർത്താനും വലിയൊരു എമൗണ്ട് പോകില്ല. 50-100 ഒരാളെ സംബന്ധിച്ച് അത്രേ പോവുള്ളൂ യൂറോ. പക്ഷേ റൂം എന്നുള്ളത് ഇവിടെ വലിയൊരു എമൗണ്ട് തന്നെ വരുന്നത്. മിനിമം ഒരു 150, എൻ്റെ ഒരു അറിവിൽ 150 മുതൽ അങ്ങോട്ട് 250-300 എന്നുള്ള റേഞ്ചിൽ നമുക്ക് ഇത് പോവും, എന്താ പറയുക, റൂം റെൻറ്റ് പോവും. അത് വലിയൊരു എമൗണ്ടാണ്. നമ്മൾ സാലറിയിൽ നിന്ന് ഈ ഒരു എമൗണ്ട് പോകുമ്പോൾ തന്നെ വലിയൊരു എമൗണ്ട് പോയി. പിന്നെ നമുക്ക് ഫുഡും പിന്നെ ഈ ഫോൺ റീചാർജ് അല്ലറ ചില്ലറ എന്തെങ്കിലും ചിലവൊക്കെ വന്നാൽ നമുക്ക് പിന്നെ നോക്കുമ്പം എന്താ പറയുക, സാലറി കുറവ് തന്നെയാണ്. പക്ഷേ ആ സ്ഥാനത്ത് നമുക്ക് എന്താ പറയുക, റൂം ഫ്രീ ആണെങ്കിൽ നമുക്ക് ഒരുവിധം കാര്യങ്ങൾ സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ മാൾട്ടയിൽ ഒരുവിധം കമ്പനികൾ റൂം നമുക്ക് തരുന്നില്ല. എല്ലാവരും റെൻറ്റ് കൊടുത്ത് തന്നെയാണ് പോണത്. അത് മറ്റൊരു കാര്യം. പിന്നൊരു കാര്യം എന്താ പറയുക വെച്ചാൽ, മാൾട്ട എന്ന് പറയുന്ന രാജ്യം
ഒരു 2017 മുതലാണ് ഷെങ്കൻ കൺട്രി ആയിട്ട് യൂറോപ്യൻ യൂണിയനിലൊക്കെ ചേർന്ന് ഷെങ്കൻ കൺട്രി ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഡെവലപ്മെൻറ്റ് വരുന്നത് ഇപ്പോഴൊക്കെ തന്നെയാണ് മാൾട്ട. 2017 മുന്നേ നോക്കുകയാണെങ്കിൽ മാൾട്ട ഇവിടെ മാൾട്ടീസുകാരും കുറച്ച് ഫോറിനേഴ്സും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു രാജ്യമായിരുന്നു. ആ രാജ്യത്തേക്ക് നിയമങ്ങൾ മാറിയപ്പം പുറത്തത്തെ ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാനുള്ള ഓപ്പർച്യൂണിറ്റി വന്നപ്പം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോൾ ഒരു എത്ര വർഷമായി 3, 4 ഏകദേശം 7 വർഷത്തോളമായില്ലേ. ഈ 7 വർഷം കൊണ്ട് മാൾട്ടയിൽ ഒരുപാട് ഫോറിനേഴ്സ് വന്നു. അന്ന് ഇവിടെ PR കിട്ടിയിരുന്നു. ഇപ്പോൾ PR ഇവിടെ ഒഴിവാക്കി. എന്താ വെച്ചാൽ ഒരു മിനിമം ലെവലുള്ളൊരു രാജ്യമാണത്. വലിയ രാജ്യമൊന്നുമല്ല. പക്ഷേ ആ രാജ്യത്തിൻ്റെ ഉള്ളിൽ ഒരു ദ്വീപുമാണ്. ഈ ദ്വീപിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഓപ്പർച്യൂണിറ്റി കൂടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടുത്തെ ആളുകൾക്ക് നമ്മളോട് ചില ആളുകൾക്ക് ഒരു വിരോധം പോലെയാണ് അവർ കാണുന്നത്. കാരണം എല്ലാവരും ഇവിടെ വരുന്നു, ഇവിടെ നിറയുന്നു, ഇവിടെ ജോലി ഞങ്ങൾക്ക് സാലറി കുറയുന്നു, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ചിലർ ഇവിടെ കാണിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും വരുമ്പോൾ ഞങ്ങളെ സാലറിക്ക് അത് ബാധിക്കുകയാണ്, ഞങ്ങൾക്ക് സാലറി കുറയുകയാണെന്നുള്ള ഒരു ചിന്താഗതി. പക്ഷേ ഞാൻ പറയണത് ഇവരുടെ ചിന്താഗതി എല്ലാവരും അല്ല. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ മറ്റേ ഈ രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ. ഇപ്പോൾ ഇതിന് മുന്നേ ഇവിടെ ഇപ്പം എന്താ പറയുക 2 പാർട്ടികളുണ്ട് നിലവിൽ. അതിലൊരു പാർട്ടി ഇപ്പോൾ ഭരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മറ്റേ പാർട്ടിക്ക് എന്താ പറയുക ഇവരെ തള്ളി പറയാനുള്ള ഒരു കാരണമായിരിക്കും. കാരണം ചിലപ്പോൾ അവർ പറയുണ്ടാവും ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ജനങ്ങളോട് പറയാം, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പുറത്തത്തെ ഫോറിനേഴ്സിനെ മൊത്തം ഞങ്ങളോട് ഒഴിവാക്കും, ഞങ്ങളിവിടെ മാൾട്ടീസുകാർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കും, അതേപോലെ സാലറി കൂട്ടി കൊടുക്കും എന്നില്ല. അങ്ങനത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാവും ചിലപ്പോൾ സംസാരിക്കണത് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെയുള്ള ചില ആളുകൾക്ക് നമ്മളോട് അല്ലെങ്കിൽ പൊതുവെ ഫോറിനേഴ്സിനോടൊരു വിരോധം കാട്ടണ പോലെ അവർ പെരുമാറുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പല രീതിയിലും. അതിന് ഞാൻ വ്യക്തമായിട്ട് പിന്നീട് പറയുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഈ രാജ്യത്ത് നമ്മളെപ്പോലത്തെ ആൾക്കാർ വരുന്നത് ശരിക്കും എൻ്റെ കാഴ്ചപ്പാടിൽ അത് ഏറ്റവും നല്ലതാണ് ഈ രാജ്യത്തിന്. കാരണം അതൊരു മോശമായിട്ട് ഒരിക്കലും ഇവർ കാണാൻ പാടില്ല. കാരണം ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ ദുബായ് എന്ന് പറയുന്ന രാജ്യം ദുബായ് ആയത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മലയാളികളും അതേപോലെ ഫോറിനേഴ്സും വന്ന് ഡെവലപ്പ് ചെയ്തുണ്ടാക്കിയൊരു രാജ്യമാണ് ദുബായ്. ഇന്ന് ദുബായ് അറബികൾ മാത്രമല്ല എല്ലാവരും ഉണ്ട്. പക്ഷേ അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. സെറ്റപ്പാണല്ലോ, ലോകത്ത് തന്നെ ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ. അതേപോലെ തന്നെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കണില്ല. അതല്ലെങ്കിൽ ഈ ഗവൺമെൻറ് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയിട്ട് വെറുതെ വോട്ട് തിരിക്കാനുള്ള പ്ലാൻ ആവാം. എന്തായാലും അങ്ങനെ ഇൻ കേസ് അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഓപ്പോസിറ്റ് ചിന്തിക്കുകയാണ്. ഇവിടുത്തെ ഫോറിനേഴ്സിനെ നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ ഒഴിവാക്കുകയാണെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കേസല്ല. അത് നടന്നാൽ തന്നെ ഈ രാജ്യത്തിൻ്റെ എക്കോണമി അത് തകരും, ഉറപ്പല്ലേ. കാരണം നമ്മളെപ്പോലത്തെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ മാത്രമായി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോണത്? ഇവിടുത്തെ എല്ലാ ബിസിനസ്സും എല്ലാ മേഖലയും തകരും, അത് താഴോട്ട് പോകും. അപ്പോൾ പിന്നെ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുള്ളൂ. ഇവിടെ ഒരു നല്ലൊരു ബിൽഡിംഗ് വരാൻ സാധ്യതയില്ല. ഇവിടെ നല്ലൊരു എന്താ പറയുക മെഡിക്കൽ ഫീൽഡ് വരാൻ സാധ്യതയില്ല. ഇവിടുത്തെ ആൾക്കാർ മെഡിക്കൽ ഫീൽഡ് പ്രത്യേകിച്ച് നമ്മളെ നാട്ടുകാരാണ് കൂടുതലും. കേരളക്കാരും ഇന്ത്യക്കാരും പിന്നെ ഫിലിപ്പീൻസും ഒക്കെയാണ് ഇവിടെ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ആ മെഡിക്കൽ ഫീൽഡ് മൊത്തം തകരും. അങ്ങനെ നമ്മളെ ഫോറിനേഴ്സിനെ മൊത്തം ഒഴിവാക്കിയിട്ട് ഇവർ മാത്രം എന്തെങ്കിലും ഒരു കൾച്ചർക്ക് ഇനി ബാക്കൊക്കെ ഒരു പോക്ക് ഇവർക്ക് നടക്കൂല. നടന്നാൽ തന്നെ അത് ഈ നാടിൻ്റെ തകർച്ചയാവും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ടോക്ക് ഇവിടെ വരുമ്പം ഒരിക്കലും ആരും ടെൻഷൻ ആവണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം അത് നടക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരെ ഒഴിവാക്കിയിട്ട് ഒരു കളി നടക്കില്ല. അപ്പം അത് രാഷ്ട്രീയക്കാരൊരു ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മാൾട്ടയ്ക്കായാലും യൂറോപ്പിൻ്റെ ഏത് മേഖലയ്ക്കായാലും വരുന്നത് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. അതിൻ്റെതായ ചിലപ്പോൾ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പോകാനും പറ്റും. അപ്പോൾ രണ്ടും പ്രതീക്ഷ തന്നെ വരണം. അപ്പോൾ നിങ്ങൾ കയറി വരണേ എന്താ പറയുക എന്തായാലും നോക്കിയിട്ടും കണ്ടിട്ടും പോരുക. കഴിയണതും ഡയറക്റ്റൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റണവരാണെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു ജോലി കണ്ടെത്തിയിട്ട് അങ്ങനെ പോരുക. എല്ലാം ശ്രദ്ധിച്ചും കണ്ടു വരിക. ഇവിടെ വന്നിട്ട് പെട്ടു പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ചൊറകൾ മാൾട്ടയിൽ വന്നിട്ട് ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ കൊടുക്കും. ആ ഇൻസ്റ്റാഗ്രാം IDയിൽ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടു. നാട്ടിൽ നിന്ന് വേണമെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും നമ്മളാൽ കഴിയുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്തോളാം. അപ്പോൾ കൂടുതലൊന്നും പറയാനല്ല. ഇപ്പോൾ ഇവിടെ പോസിറ്റീവാണോ നെഗറ്റീവാണോ വെച്ചാൽ രണ്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഷോർട്ടായിട്ട് പെട്ടെന്നിട്ടാണ്. അതുകൊണ്ട് ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തോളി, ഒപ്പം കൂടിക്കോളി. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബഷീറാണ്. ബൈ.